തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് തീരദേശ മേഖലകളിൽ പോലും വോട്ട് ചോദിക്കുവാൻ വേണ്ടി ഈ മുന്നണികൾ എത്തുന്നതും സ്ഥാനാർത്ഥികൾ എത്തുന്നത് പോലും. പക്ഷേ അതിന് മറിച്ചാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം കൊല്ലത്ത് ഈ കടലേറ്റമുണ്ടായ സമയത്ത് അവിടേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അവിടുത്തെ സ്വന്തം ജയിച്ചു കയറിയ MLA യോ MP യോ പോലും അവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല ആദ്യം. പക്ഷെ ആ സമയത്തും എത്തിയത് NDAയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറായിരുന്നു. അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ തീരദേശ മേഖലയിലെ ജനങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ പറയുകയുണ്ടായി. അതിന് പരിഹാരം കാണുകയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതും അതും NDA സ്ഥാനാർത്ഥികളോട് മാത്രമാണ് അവർ കൂടുതൽ പരാതികൾ പറയുന്നതും. കാരണം അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഇനി BJPയിൽ മാത്രമാണ്. അതുതന്നെയാണ് നമുക്കിപ്പോൾ ഈ എറണാകുളം പള്ളിപ്പുറത്തും കാണാൻ കഴിഞ്ഞത്. കാരണം ഈ തീരദേശവാസികളുടെ ഭൂമിയിൽ അവകാശം ഉന്നയിക്കുകയാണ് വഖഫ് ബോർഡിന്. അതിന് കൂട്ടുനിൽക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന LDFും UDFും ഒക്കെ ചെയ്തത്. അതിലൊരു മാറ്റം ഉണ്ടാകണം. തീരദേശവാസികളുടെ ഭൂമി അവർക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു നിലപാട്, ആ നിലപാടിനൊപ്പം ചേരുകയാണ്, അവരുടെ ആവശ്യത്തിനൊപ്പം തന്നെ ചേരുകയല്ലേ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും ചെയ്തത്. രജനി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ആര് സഹായിക്കും എന്നത് സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം തന്നെയാണ് തീരവാസികൾ നിലനിന്നിരുന്നത്. അപ്പോഴാണ് പൂർണ്ണ പിന്തുണയുമായി NDA സ്ഥാനാർത്ഥി എത്തുന്നത്. NDA സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി ഇത് കൈമാറ്റം ചെയ്യാൻ അവകാശമില്ലാത്തതാണെങ്കിൽ വഖഫിൻ്റെ ഭൂമിയാണെന്ന് ഇപ്പോൾ അവകാശപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് തന്നെ ഇവർക്കുള്ള കൃത്യമായ തുക, ഇല്ലെങ്കിൽ ഈ വഖഫിന് കൊടുക്കേണ്ട തുക അവരിൽ നിന്ന് ഈടാക്കി കൊടുത്തുകൊണ്ട് പൂർണ്ണമായും അവകാശം ഈ തീരവാസികൾക്ക് തന്നെ, അവർ ജനിച്ചു വളർന്നതാണ്, അവിടെ 50 വർഷത്തിലധികമായി താമസിക്കുന്നവരുണ്ട്, കുടികിടപ്പ് കിട്ടിയവരുണ്ട്. ആ രീതിയിൽ താമസിക്കുന്ന ഒരു തീരവാസിയെ പോലും, ഇല്ലെങ്കിൽ അതുമല്ല അവരുടെ തൊഴിൽ മേഖല കൂടി അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ തീരവാസികളെ അവർക്ക് അവിടെ താമസിക്കുന്നതിനോ ഇല്ലെങ്കിൽ ആ വസ്തുവിൽ സ്വസ്ഥമായി സ്വൈര്യമായി അവർക്ക് പൂർണ്ണ അധികാരത്തോടെ അതും വിൽക്കാനോ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള പൂർണ്ണ അവകാശം നൽകണം. അതിൽ ഒരു തടസ്സവും ഉണ്ടാവരുത്. മറ്റു പ്രശ്നങ്ങൾ വിറ്റതാരാണോ അവരും വഖഫ് ബോർഡുമായി തീർക്കണം എന്നതാണ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ മറ്റു മുന്നണികളും ഇതിൽ നിലപാട് അറിയിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തീരവാസികളുടെ പ്രശ്നം പറയുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിലുണ്ട്, തൃശ്ശൂരുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് പോലും തീരവാസികളാണ്. ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത്. അവിടെ കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നതും. ആ രീതിയിൽ കരിമണൽ ഖനന വിഷയത്തിൽ LDFും UDFും മൗനം പാലിക്കുമ്പോൾ, ഇല്ലെങ്കിൽ LDFും UDFും ശശിധരൻ കർത്തയിൽ നിന്ന് പണം കൈപ്പറ്റിയിരുന്നു എന്നതുപോലും വ്യക്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കരിമണൽ ഖനനത്തിന് എതിരെയുള്ള നിലപാടുമായി ശോഭാ സുരേന്ദ്രൻ അവിടെ തീരവാസികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവിടെ കരിമണൽ ഖനനം നടക്കുമ്പോൾ ഏറ്റവും തീരശോഷണം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖല. അവിടെ നിന്നും മണൽ എടുക്കുമ്പോൾ അത് കടലും കായലും, കായംകുളം കായലും കടലും ഒന്നാവാൻ പോലുമുള്ള സാധ്യത. അവിടെ പെരുമ്പള്ളി എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഏതാണ്ട് 20 മീറ്ററിന് താഴെയാണ് കടലും കായലുമായുള്ള അകലം. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ ആകെ തന്നെ താറുമാറാക്കുന്ന രീതിയിലുള്ള ഈ കരിമണൽ ചൂഷണം അത് വലിയ രീതിയിൽ തീരവാസികളിൽ ആശങ്കയാണ്. അതോടൊപ്പം തന്നെ അത് കുട്ടനാടിൻ്റെ നാശത്തിനും കാരണമാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ കായംകുളം കായലും കുട്ടനാടുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പമ്പ, അച്ചൻകോവിൽ ആറുകൾ വന്ന് ചേരുന്ന തോട്ടപ്പള്ളി പുഴയുടെ ഭാഗത്തേക്ക് തന്നെയാണ് ഈ കായംകുളം കായലിൻ്റെ ഭാഗവും എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ രീതിയിൽ അത് കുട്ടനാട്ടിലേക്ക് പോലും കടലിലെ വെള്ളം കയറാനും, ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് പോലും പൂർണ്ണമായും അവിടുത്തെ ആവാസ വ്യവസ്ഥ ആകെ തന്നെ മാറും. എന്തായാലും ഏത് തെരഞ്ഞെടുപ്പ് വന്നിരുന്നാലും യാതൊരു ഫലവും ലഭിക്കാതെ പോകുന്നത് തീരദേശവാസികൾക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. കാരണം NDA സ്ഥാനാർത്ഥികൾ ഓരോ വീടുകളിലും, ഈ തീരദേശ മേഖലയിലടക്കം ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ അവർക്ക് പറയാൻ 100 കൂട്ടം പരാതികളാണ്. അതിലെല്ലാം തന്നെ ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എറണാകുളം വഖഫ് ബോർഡ് ഈ സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള വിവരം രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായ KS രാധാകൃഷ്ണനോട് വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഈ തീരദേശവാസികളുടെ ആശങ്ക ഒഴിക്കാൻ കൂടെ ഉണ്ടാകും എന്ന ഒരു നിലപാട് കൂടെ വ്യക്തമാക്കി. ആ ഒരു ഉറപ്പ് കൂടെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് എന്തായാലും പാലിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിനെങ്കിലും തീരദേശവാസികൾക്ക് അനുകൂലമായ നിലപാടുകൾ, അവരുടെ ആശങ്കകളൊക്കെ തന്നെ പരിഹരിക്കാൻ NDA സ്ഥാനാർത്ഥികൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പ് ഞങ്ങൾ കൂടെ വയ്ക്കുകയാണ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.